Hello everyone, welcome to Competitive Cracker. നമ്മൾ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ SCRT മാത്രമല്ല NCRT എന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈവൻ ഡിഗ്രി പ്രിലിംസും അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസും മാത്രമല്ല പ്ലസ് ടു ലെവലുള്ള ഫോഴ്സ് എക്സാമുകൾക്കും എന്ത് ചോദിക്കാറുണ്ട്, NCRT എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ NCRTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ NCRT പൊളൈറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയിലേക്ക് വരാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പൊളൈറ്റി അല്ലെങ്കിൽ പൊളൈറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിൽ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് വണ്ണിലുള്ള തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ സഭ, ഫെഡറലിസം, പ്രാദേശിക ഗവൺമെന്റ്, ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ, പൗരത്വം, അങ്ങനെയുള്ള ചാപ്റ്ററുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വായിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു NCRTന്റെ ബേസിലുള്ളൊരു നോട്ട് ബുക്ക് തയ്യാറാക്കാം. ഇനി പ്ലസ് ടുവിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, ആസൂത്രണ വികസനത്തിന്റെ രാഷ്ട്രീയം, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും പൊളിറ്റിക്കൽ സയൻസിൽ 2 പാർട്ടുണ്ട്. ഇനി പ്ലസ് ടുവിലെ തന്നെ 6ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം, പ്രാദേശിക അഭിലാഷങ്ങൾ. ഈ പറയുന്നതൊക്കെ എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. ഇനി പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ പാർട്ട് 2 എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇവിടുന്ന് കൂടുതൽ ഉണ്ടാകുക. ഈ പറയുന്ന ശീതയുദ്ധ കാലഘട്ടം, അന്തർദേശീയ സംഘടനകൾ, പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും എന്നുള്ള ചാപ്റ്റർ കൂടുതൽ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടായിരിക്കും. അതേപോലെ ഈ പറയുന്ന ചാപ്റ്ററുകളും ഈ പറഞ്ഞ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം, പ്രാദേശിക അഭിലാഷങ്ങൾ കൂടുതലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചാപ്റ്ററുകളാണ്. നമുക്ക് പ്യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിവിക്സ് എന്ന ഒരു കൺസെപ്റ്റ് അല്ല ഈ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഇനി നമ്മൾ നേരെ NCRT എക്കണോമിക്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ മലയാളം വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൂടുതൽ വാക്കുകൾക്ക് പരിചയം മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷ് തന്നെ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല. ഇനി എക്കണോമിക്സ് പ്ലസ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന അതൊരു നല്ലൊരു ചാപ്റ്ററാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഉദാരവൽക്കരണം, അതേപോലെ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ദാരിദ്ര്യം, ഗ്രാമവികസനം, തൊഴിൽ വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ നമ്മൾ നോക്കണം. അതേപോലെ പ്ലസ് ടുവിലേക്ക് വരികയാണെങ്കിൽ ആമുഖം, അതായത് മാക്രോ എക്കണോമിക്സിന്റെ ആമുഖം എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വരുമാനം കണക്കാക്കൽ, പണവും ബാങ്കിങ് സംവിധാനവും, ഗവൺമെന്റ് ബജറ്റും സമ്പദ്ഘടനയും, സ്ഥൂല ധനശാസ്ത്രവും, തുറന്ന സമ്പദ്ഘടനയും. അപ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്ററുകൾ നോക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നമ്മൾ പ്ലസ് ടു അല്ലെങ്കിൽ ഈ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ കുറെ ഗ്രാഫും അതേപോലെ കുറെ ഇക്വേഷനൊക്കെ കാണും. അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാനായിട്ട് പോകേണ്ടത്. എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി NCRT എന്ന് പറയുമെങ്കിലും നമ്മുടെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്നുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഇറക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. MK ഗാന്ധിയുടെ രൂപാന്തരം 1ാം ഘട്ടം, MK ഗാന്ധിയുടെ രൂപാന്തരം 2ാം ഘട്ടം, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക്, അതായത് ഇന്ത്യയുടെ ഹിസ്റ്ററി, അതായത് INCയും ഗാന്ധിയും എന്ന് നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ഈ പറയുന്ന ഗാന്ധിയൻ സ്റ്റഡീസ് ആണ്. പ്ലസ് വണ്ണിലെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്നുള്ളത്. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലസ് ടു, അതായത് പ്ലസ് ടുവിൻ്റെ NCRT ഹിസ്റ്ററി ആയിട്ടുള്ള തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അവിടെ 10ാമത്തെ ചാപ്റ്ററായ കൊളോണിയലിസവും ഗ്രാമപ്രദേശങ്ങളും, അതേപോലെ തന്നെ കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യം, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും, വിഭജനത്തെ മനസ്സിലാക്കൽ, രാഷ്ട്രീയം, ഓർമ്മകൾ, അനുഭവങ്ങൾ, ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് NCRTയിലേക്ക് പറയാൻ പറ്റില്ല. ഇത് കേരളത്തിൽ മാത്രം ആഡ് ചെയ്തൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 15 കേരളം ആധുനികതയിലേക്കുള്ളത്. അതും ഈ പറയുന്ന എന്താണ് നമ്മുടെ 15 അതുപോലെ തന്നെ 14 ഈ പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റ് ആഡ് ചെയ്ത പോർഷൻസ് ആണ്. കേരള ഹിസ്റ്ററി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു റെഫറൻസ് മെറ്റീരിയൽ ആണ് ഈ പറയുന്ന പ്ലസ് ടു NCRT ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്.
ഇനി ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ PSC കൂടുതലും NCERT ചോദിക്കുന്നത് ജോഗ്രഫി ഭാഗത്തു നിന്നാണ്. അതായത് ഭൂമിയുടെ ഉള്ളറ, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, ധാതുക്കളും ശിലകളും, അന്തരീക്ഷ സംരചനയും ഘടനയും, സൗരവികരണം, താപസന്തുലനം, ഊഷ്മാവ്, അതേപോലെ തന്നെ അന്തരീക്ഷ ചംക്രമണങ്ങളുടെ ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും, അന്തരീക്ഷത്തിലെ ജലം, ലോക കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനവും, ജലം, സമുദ്രജല ചലനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററും ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനില്ല. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ പ്ലസ് വണ്ണിലെ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം, ഘടനയും ഭൂപ്രകൃതിയും, നീരൊഴുക്ക് വ്യൂഹം, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, മണ്ണ്, പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇനി ജിയോളജി, ഇതേപോലെ ഗാന്ധിയൻ സ്റ്റഡീസ് പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മുടെ SCERT ഇറക്കുന്ന പുസ്തകമാണ്. അതുപോലെ നമുക്ക് ജിയോളജിയിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള ഭൂകമ്പങ്ങൾ, ചാപ്റ്റർ 8 ആയിട്ടുള്ള ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും മുതലായ ചാപ്റ്ററുകളൊക്കെ എന്താണ് നമുക്ക് ജിയോളജി ഭാഗത്ത് നിന്ന് ചോദിക്കാം. PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ ആ ഒരു ചാപ്റ്ററുകൾക്ക് റെഫറൻസ് കൊടുക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ പ്ലസ് 1 പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ഇവിടെ വേണ്ടത് ഹ്യൂമാനിറ്റീസുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിൽ പ്ലസ് 1 കമ്പ്യൂട്ടറിലെ അടിസ്ഥാന ഘടകങ്ങൾ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഭാഗങ്ങൾ, കമ്പ്യൂട്ടർ ശൃംഖലകൾ, ഇന്റർനെറ്റ്, വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയാണ് PSC ഇപ്പം എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹ്യൂമാനിറ്റീസുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് ഈ വർഷം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, SBCID ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ SIയും എക്സൈസ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ജയിലറും അടക്കമുള്ള യൂണിഫോം പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ച് സെറ്റാക്കണം. ഈ ഒരു ഡിഗ്രി പ്രിലിംസ് പാസ്സായി മാത്രമേ നമുക്ക് മെയിൻ എക്സാമുകളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്കിനി അധികം നാളില്ല, സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.